സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പുതിയ പദ്ധതികളിൽ ഒന്നാണ് കെ സ്മാർട്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി വീട്ടിലിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ലഭ്യമാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ട് കൊണ്ടുവന്നതിനും കെ സ്മാർട്ടിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചിരുന്നു. എന്നാൽ വളരെ വിജയകരമായ പദ്ധതിയായിരുന്നു കെ സ്മാർട്ട്. മാത്രമല്ല സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ സംസ്ഥാന ഖജനാവിലേക്ക് വ്യക്തമായ ധനലാഭം ഉണ്ടായിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കെ സ്മാർട്ട്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സുപ്രധാന വരുമാനങ്ങളെന്നായിട്ടുള്ള കെട്ടിട നിധിക്കകത്ത് ആ സ്ലാബിൽ ഇല്ലാത്ത അത് സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നം മൂലമോ അല്ലാതെയോ ഇല്ലാതിരുന്ന ഒരുപാട് കെട്ടിടങ്ങളെ ആഡ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് നികുതി വരുമാനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കെ സ്മാർട്ട്. അതിന് വ്യക്തമായ ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം കെ സ്മാർട്ടിൻ്റെ വലയിൽ കുടുങ്ങിയത് 1.4 ലക്ഷം കെട്ടിടങ്ങളാണ്. സർക്കാരിലേക്ക് 394 കോടി രൂപയ്ക്ക് മുകളിലാണ് അധിക നികുതിയായിട്ട് എത്താൻ പോകുന്നതെന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇതുവരെ 108.92 കോടിയാണ് നികുതിയെ പിരിച്ചെടുത്തതും 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇത്തരം കെട്ടിടങ്ങളിൽ നിന്നായി 41.48 കോടി രൂപ ഖജനാവിലേക്ക് അധികമായി എത്തിയെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തെ കെട്ടിട നികുതി പിരിവിലെ അപാകതകൾ ഓരോന്നോരോന്നായി കെ സ്മാർട്ട് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നതോടെ നികുതി വെട്ടിച്ചിരുന്ന 1 ലക്ഷത്തിലധികം സ്ഥാപനങ്ങൾ 1 ലക്ഷത്തിലധികം കെട്ടിടങ്ങളെയാണ് ഇപ്പോൾ കണ്ടെത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് കെ സ്മാർട്ടിൻ്റെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 1.4 ലക്ഷം കെട്ടിടങ്ങളെങ്കിലും റവന്യൂ രേഖകളിൽ ഉൾപ്പെടെ തിരിമറി നടത്തി നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ കെട്ടിട ഉടമകളിൽ നിന്നായി നികുതി കുടിശ്ശിക, പിഴ എന്നിവ ഈടാക്കിയാൽ ഏകദേശം 394 കോടി രൂപ പൊതു ഖജനാവിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴുള്ള സർക്കാരിൻ്റെ വിലയിരുത്തൽ. മാത്രവുമല്ല 41.48 കോടി രൂപ അധികമായി ഖജനാവിലെത്തിയെന്നും കണക്ക് പറയുന്നുണ്ട്. സംസ്ഥാനത്ത് 87 മുനിസിപ്പാലിറ്റിയിലും 6 കോർപ്പറേഷനുമായിട്ട് ഏകദേശം 44,85,891 കെട്ടിടങ്ങളാണ് ഉള്ളത്. അതിൽ 36,55,000 കെട്ടിടങ്ങളിൽ മാത്രമേ നികുതി വ്യക്തമായി പിരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള കെട്ടിടങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്നില്ല. ഇതിനു മുൻപേ കെ സ്മാർട്ടിന് മുമ്പേ നികുതി പിരിക്കാനായി ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയർ സഞ്ജയ് ആയിരുന്നു. ആ സോഫ്റ്റ്വെയർക്കകത്തുള്ള അപാകത മൂലം ഏകദേശം 8,30,737 കെട്ടിടങ്ങൾ നികുതി മുക്തമായി രേഖപ്പെടുത്തിയിരുന്നു. ഡേറ്റ ഡ്യൂപ്ലിക്കേഷൻ, പിന്നെ പൊളിച്ചു മാറ്റിയ കെട്ടിടങ്ങൾ എന്നിവ രേഖകളിൽ നിന്ന് യഥാസമയം നീക്കം ചെയ്യാത്ത ഉൾപ്പെടെയായിരുന്നു പ്രശ്നങ്ങളായിരുന്നു ഇതിൻ്റെ കാരണം. മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 90-95% കെട്ടിടങ്ങളും വ്യക്തമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. കാരണം വെച്ചാൽ വൈദ്യുതി കണക്ഷൻ, വാട്ടർ കണക്ഷൻ എന്നിവ വേണമെങ്കിൽ വ്യക്തമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. മാത്രമല്ല കരമടച്ച രസീത് വ്യക്തമായി വേണം. എന്നാൽ മാത്രമേ വൈദ്യുതി കണക്ഷനും വാട്ടർ കണക്ഷനും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ് 90-95% കെട്ടിടങ്ങളും വ്യക്തമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വരുമാന വർധനമുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു ഒരു വഴി തന്നെയാണ് കെട്ടിട നികുതി. അതിനകത്ത് ഒരുപാട് അപാകതകളുണ്ടായിരുന്നു. ആ അപാകതകൾ ഓരോന്നോരോന്നായി ഈ കെ സ്മാർട്ട് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പുതിയൊരു ചുവടുവെപ്പ് സംസ്ഥാനത്തിനും സംസ്ഥാനത്തെ ജനങ്ങൾക്കും ഒരുപാട് ഗുണകരമായി മാറിയിരിക്കുകയെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല കെ സ്മാർട്ട് നടപ്പാക്കിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് വരുമാനത്തിൽ 1,000 കോടി രൂപയുടെയെങ്കിലും അധിക വരുമാന സാധ്യതയാണ് ഇപ്പോൾ തുറന്നു വന്നിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ പരിപൂർണമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് ഇപ്പോൾ കെ സ്മാർട്ട് നടപ്പിലാക്കുന്നത്. ആ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കിയപ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു അവന്യൂവാണ് ഇപ്പോൾ നികുതി വർധനയിലൂടെ ഇപ്പോൾ തുറന്നിട്ടുള്ളത്. മാത്രമല്ല കെ സ്മാർട്ട് വന്നതിന് ശേഷം ഏകദേശം 98,719 പുതിയ കെട്ടിടങ്ങൾ നികുതി പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നും മുൻപ് നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 44,382 കെട്ടിടങ്ങൾ നികുതി രേഖകളിൽ ചേർത്ത് വന്ന് ഇപ്പോൾ കണക്ക് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഏകദേശം 1,43,101 പുതിയ കെട്ടിടങ്ങൾ നികുതി പരിധിയിൽ ഉൾപ്പെട്ടു. അങ്ങനെയാണ് 393 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് അധികമായി വരുമാനം കിട്ടാമെന്ന്. മാത്രമല്ല പരിപൂർണമായിട്ട് സജ്ജമാകുമ്പോഴത്തേക്കും 1,000 കോടി രൂപയിലധികം സംസ്ഥാന സർക്കാരിന് അധിക വരുമാനം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംസ്ഥാനത്ത് വരുമാനം വർദ്ധിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് സംസ്ഥാന സർക്കാർ കാണിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ശക്തമായ എതിർപ്പുകൾ ശക്തമായിട്ട് സംസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കാനും ഇടിച്ചു താക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും സംസ്ഥാനം ഉയർന്നു നിലനിൽക്കുന്ന തനതായ വരുമാനം വർദ്ധിപ്പിച്ചു തന്നെയാണ്. ഇങ്ങനെയാണ് തനതായ വരുമാനം വർദ്ധിപ്പിക്കുക. വർഷങ്ങളായിട്ട് നികുതി പരിധിയിൽ ഉൾപ്പെടാതിരുന്ന രേഖകളിൽ കൃത്രിമം കാണിച്ച് മാറി നിന്നിരുന്ന ഒരുപാട് കെട്ടിടങ്ങളെ ഇതുപോലത്തെ മറ്റ്
മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളിലും ഉള്ളവരെ കണ്ടുപിടിച്ച് അതിൽ നിന്നുള്ള വരുമാനം കൂടി ചേർത്താണ് സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണങ്ങളൊന്നാണ് കെ സ്മാർട്ട് വന്നതോടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഏകദേശം 1000 കോടി രൂപയിലധികം അധിക വരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് കെ സ്മാർട്ട് വഴി ഇപ്പോൾ തുറന്നു വന്നിട്ടുള്ളത്.